എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ KSEBയുടെ 40% സബ്സിഡിയോട് കൂടെ നമ്മുടെ വീടിൻ്റെ മുകളിൽ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്ന ഒരു പ്ലാന്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എന്നാൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജൂൺ മാസം വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് KSEB ആ ഒരു സമയം മാറ്റിയിട്ടുണ്ട്. അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു മാർച്ച് മാസം 10 ഉള്ളിൽ തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ KSEB വഴി ഈ ഒരു ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, പിന്നീടേക്ക് ചെയ്യാമെന്ന് മാറ്റിവെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു 10 വരെ അതിനുള്ള സമയമുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ അറിയിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങളുടെ വീട് പണി നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ സോളാർ പ്ലാന്റ് ഫിറ്റ് ചെയ്യാം. അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് ഉപയോഗിച്ച് മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഏതെങ്കിലും ചെയ്തു കൊടുത്തിരിക്കുന്ന വ്യക്തികൾ മുഖാന്തരമെല്ലാം നമുക്കിനി ചെയ്യാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു വെബ്സൈറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 1 മാസത്തിനുള്ളിൽ തന്നെ അത് അപ്പാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ MPanel ലിസ്റ്റിലുള്ള ഏജൻസി മുഖാന്തരം മാത്രമാണ് നമുക്ക് ഈ ഒരു സബ്സിഡി കിട്ടുകയുള്ളൂ. ഇനി ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏജൻസിയെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കുറേ പേര് എന്നോട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു നഷ്ടമാണ്, ഇത് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ KSEBക്ക് മാത്രമാണ് ഇത് ലാഭം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പേർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നഷ്ടമാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് വളരെ ചെറിയൊരു കറണ്ട് ബില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വളരെ ചെറിയൊരു കൺസെപ്ഷനാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് നഷ്ടമായിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു 2 മാസം കൂടുന്ന സമയത്ത് ഒരു 4000 അല്ലെങ്കിൽ 5000 എല്ലാം ബില്ല് വരുന്നൊരു വീട്ടിലാണെങ്കിൽ നിങ്ങളൊരു 3 കിലോവാട്ട് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇറക്കിയ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയും അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ട് കറണ്ട് ബില്ല് കൊടുക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് തന്നെയാണ്. വളരെ ചെറിയ കൺസെപ്ഷൻ ആയത് ഒരു 1000 രൂപയിലെല്ലാം താഴെ അല്ലെങ്കിൽ 2000 രൂപയിലെല്ലാം താഴെ 2 മാസം കൂടുമ്പോൾ ബില്ല് വരുന്നവർക്ക് ഒരു പക്ഷേ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ നഷ്ടമായിരിക്കാം. പക്ഷേ വലിയൊരു തുക വരുന്നവർക്ക് ഇതെന്തായാലും ലാഭം മാത്രമാണുള്ളത്. പിന്നെ വേറൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്, കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കാം, അത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓൺ ഗ്രിഡ് സംവിധാനത്തിൽ നമുക്ക് KSEBയിൽ നിന്നുള്ള ഇൻപുട്ട്, KSEBയിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് പവർ കട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സോളാർ പവർ ജനറേറ്റ് ചെയ്യുകയില്ല. അതായത് KSEBയിൽ എപ്പോൾ കറണ്ട് പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ കറണ്ട് പോകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ഇൻവേർട്ടർ, ഒരു 1 kVയുടെ ഇൻവേർട്ടർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോർമലി ഫാൻസും അതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതും കൂടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാരണം കുറേ പേർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം സോളാർ പാനൽ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എനിക്കങ്ങനെ കറണ്ട് പോകണം എന്നെല്ലാം ചോദിച്ചിട്ട് കുറച്ച് പേരിനോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.